ഈ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം 4 തവണ ഇഡിന്റെ നോട്ടീസ്, ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് സ്കാം, ആൽക്കഹോൾ സ്കാമിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ പങ്കെടുക്കുന്ന ഒരു നോട്ടീസിനെ ഇഗ്നോർ ചെയ്ത് അദ്ദേഹം കോർട്ട് പോയിട്ട് ആ ഇൻവെസ്റ്റിഗേഷന് തടസ്സാൻ നോക്കിയിട്ടും കോർട്ട് റിലീഫ് കൊടുക്കാത്ത സമയത്ത് 4 പ്രാവശ്യം ഇഡി നോട്ടീസ് അയച്ചിട്ട് ഇദ്ദേഹം ഇഗ്നോർ ചെയ്യുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് നാച്ചുറൽ അണ്ടർ ലോ അറസ്റ്റ് ആണ്. ഇന്ത്യ അലയൻസിന്റെ പാർട്ട്നേഴ്സിന്റെ എന്താ അവര് കരുതുന്നത്? അവര് പൊളിറ്റീഷ്യൻ ആണ്, അവർ പൊളിറ്റിക്കൽ ലീഡറാണ്, അതുകൊണ്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ അവർക്ക് അപ്ലൈ ചെയ്തില്ല എന്നാണ് ആണോ? ലോ ഇന്ത്യയിൽ എല്ലാവരും ഈക്വലി അപ്ലൈ ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഇങ്ങനത്തെ ഒരു കറപ്ഷൻ സ്കാമിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലീസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറും ഇതിൽ മണി ലോണ്ടറിംഗ് ആണ് ഇൻവോൾവ്. മണി ലോണ്ടറിംഗ് ഒരു ചെറിയ ക്രൈം ഒന്നുമല്ല, വലിയൊരു ക്രൈമാണ്. അതിന് നോട്ടീസ് അയച്ച് ആ ഇൻവെസ്റ്റിഗേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ആ ഇൻവെസ്റ്റിഗേഷനെ ഡീറെയിൽ ചെയ്ത് അണ്ടർമൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ്? ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് നാച്ചുറൽ ഒരു പ്രോസസ് ഓഫ് ലോ ആണ്. നിങ്ങൾ കോഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതാണ് ഇപ്പോ അവർ ചെയ്യുന്നത്. ഈ ഒരു രാഷ്ട്രീയ നാടകം, ഇതൊരു ഫൈറ്റ് അസോൾട്ട് ഓഫ് ഡെമോക്രസി ആണ്, ഇത് ടൈമിംഗ് ശരിയല്ല. ടൈമിംഗ് ആരാണ് തീരുമാനിച്ചത്? ഈ 4 നോട്ടീസ് അരവിന്ദ് കെജ്രിവാൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാവില്ല. അദ്ദേഹമാണ് ഈ 4 നോട്ടീസ് മാസം മുമ്പേ, എത്രയോ മാസം മുമ്പേ നോട്ടീസ് വരുമ്പോൾ അദ്ദേഹമാണ് ഈ നോട്ടീസിനെ ഇഗ്നോർ ചെയ്തത്. അദ്ദേഹമാണ് ഇഡി ഇൻവെസ്റ്റിഗേഷനിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് അറസ്റ്റ്. അങ്ങനെ ഈ കോൺഗ്രസ്സുകാരും DMK-കാരും ഇന്ത്യ അലയൻസുകാരും ഇത് വിചാരിക്കരുത്. എലക്ഷൻ ആണെങ്കിൽ പോളിറ്റീഷ്യൻസിന് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് ഫ്രം ക്രൈം. ലോ വയലേറ്റ് ചെയ്ത ഇന്ത്യയിൽ, ഈ പുതിയ ഇന്ത്യയിൽ അതിൽ കോൺസിക്വൻസ് ഉണ്ടാവും. അത് അരവിന്ദ് കെജ്രിവാൾ ആണോ, ഏത് വലിയ ലീഡറാണോ, ചെറിയ ലീഡറാണോ, ജനങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ലോന്റെ കോൺസിക്വൻസസ് അത് വലിയ ലീഡേഴ്സിനും എല്ലാവർക്കും അതേ സമാനം, അവർക്കും ഒരു കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് ഇതിൽ ഈ രാഷ്ട്രീയ നാടകം അസോൾട്ട് ഓഫ് ഡെമോക്രസി ഇത് അതെന്നും പറഞ്ഞിട്ട് ഇതിന്ന് റിഗിൾ ഔട്ട് ചെയ്യാൻ ശ്രമിക്കാൻ സമ്മതിക്കില്ല ഈ എൻഫോഴ്സ്മെന്റ് ഏജൻസീസും ഈ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസും നമ്മുടെ ലോ. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.